ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ദിലീപിലേക്ക് തന്നെയാണ്. ഈ കേസിൽ 8ാം പ്രതിയാണ്. മറ്റേഴ് പ്രതികളെക്കാൾ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുള്ളത് നടൻ ദിലീപ് തന്നെയാണ്. ഇവിടെ അതിജീവിത സിനിമാ മേഖലയിലെ അറിയപ്പെടുന്ന ഒരു നടിയാണ്. ഇതിനു പിന്നിലെ ഗൂഢാലോചന സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആയിരുന്നു എന്നതായിരുന്നു കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചത്. അതും ജനപ്രിയ നടൻ ആയിട്ടുള്ള ദിലീപ് നിരവധി ഹാസ്യവേഷങ്ങളിലൂടെ അടക്കം മലയാളികളെ ഏറെ ചിരിപ്പിച്ചിട്ടുള്ള ദിലീപിന് ഇങ്ങനെയൊരു വില്ലൻ വേഷം ജീവിതത്തിലുണ്ടോ എന്നത് പലരും അത്ഭുതത്തോടുകൂടി മുക്കത്ത് വിരൽ വെച്ചുകൊണ്ടായിരുന്നു അന്ന് കേട്ടിരുന്നത് എന്നതാണ്. പക്ഷേ പ്രോസിക്യൂഷൻ തറപ്പിച്ചു പറയുന്നു ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദിലീപ് തന്നെയാണ്. ദിലീപിന്റെ ദാമ്പത്യ ജീവിതം തകർത്തതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അതിജീവിതയാണ് ആ ദാമ്പത്യ ജീവിതം തകർക്കാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ദിലീപിന്റെ കണക്കുകൂട്ടൽ. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെയൊരു ബലാത്സംഗ കൊട്ടേഷൻ പൾസർ സുനിക്ക് ദിലീപ് നൽകിയത് എന്ന വാദം തന്നെയായിരുന്നു ഉന്നയിച്ചത്. മറ്റൊരു നടിയുമായുള്ള അടുപ്പം, ആ അടുപ്പമടക്കം ഭാര്യയായ നടിയെ അറിയിച്ചതിൽ ഒക്കെ ഈ അതിജീവിതയ്ക്ക് പങ്കുണ്ട് എന്നുള്ളതായിരുന്നു ദിലീപിന്റെ നിരീക്ഷണം. അങ്ങനെയാണ് ഈ തരത്തിൽ ഒരു പരാതി അല്ലെങ്കിൽ ഈ തരത്തിൽ ഒരു കൊട്ടേഷൻ ഉയർന്നു വരികയും അങ്ങനെ ആ കൊട്ടേഷനാണ് പൾസർ സുനി നടപ്പിലാക്കിയത് എന്നുമുള്ള വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ രേഖകൾ, തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചു? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആവർത്തിച്ച് പറയുന്നത് അടച്ചിട്ട മുറിയിൽ നടന്ന വിചാരണാ ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തെളിവുകൾ വളരെ നിർണായകമാണ്. ഇടയ്ക്ക് ഏറ്റവും സുപ്രധാനമായ മെമ്മറി കാർഡ് അടക്കം കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അത് അനധികൃതമായി പരിശോധിച്ചു എന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വാർത്തയായി പുറത്തു വന്നതാണ്. ഏറ്റവും സുരക്ഷിതമായ ഒരിടത്ത് ഒരു സ്ത്രീ അപമാനിതയായ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന മെമ്മറി കാർഡ് മറ്റാരോ പരിശോധിച്ചു. അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. മാത്രവുമല്ല ബാലചന്ദ്രൻ നൽകിയിട്ടുള്ള, അതായത് സംവിധായകൻ ബാലചന്ദ്രന്റെ നിർണായകമായ വെളിപ്പെടുത്തൽ പിന്നീട് ഉണ്ടായത് തന്നെ കേസിന്റെ ഗതി മാറ്റുന്ന സാഹചര്യമുണ്ടായി. നടി ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ നടൻ ദിലീപ് കണ്ടു എന്നുള്ളതായിരുന്നു ബാലചന്ദ്രന്റെ വെളിപ്പെടുത്തൽ. അങ്ങനെ ദിലീപ് അന്വേഷണ സംഘത്തെ അടക്കം വകവരുത്താൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഈ കേസിൽ നിർണായകമാകുക എന്നത് സാക്ഷിമൊഴികൾ തന്നെയാണ്. ഇരയുടെ വാദം, അതോടൊപ്പം തന്നെ അതിജീവിതയുടെ പ്രതികരണങ്ങളോടൊപ്പം തന്നെ സാക്ഷിമൊഴികളും നിർണായകമാകുന്ന ഒരു കേസിൽ 28 സാക്ഷികൾ ആണ് കൂറുമാറിയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ സിനിമാ മേഖലയിലെ നിരവധിയായ ആളുകൾ ഉണ്ട് എന്നതും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. ബിന്ദു പണിക്കർ, ഭാമ, സിദ്ദിഖ് അടക്കമുള്ളവർ കൂറുമാറിയവരുടെ പട്ടികയിൽ ആണ് വരുന്നത്. അതായത് ഈ നടിയുമായി ദിലീപിന് വൈരാഗ്യമുണ്ടായിരുന്നു എന്ന തരത്തിൽ മൊഴി നൽകിയവർ ആണ് പിന്നീട് ആ മൊഴിയിൽ നിന്ന് മാറിയത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രതികൾ ഓരോരുത്തരെ, ഇതാ പൾസർ സുനി, കേസിലെ 1ാമത്തെ പ്രതിയായിട്ടുള്ള സുനിൽ കുമാർ എന്ന പൾസർ സുനി, സിനിമാ മേഖലയിലടക്കം വലിയ സ്വാധീനമുള്ള പൾസർ സുനി, പല നടന്മാരുമായും നടികളുമായും ഒക്കെ ഏറെ അടുപ്പമുണ്ടായിരുന്ന, പലരുടെയും ഡ്രൈവർ ആയിരുന്ന പൾസർ സുനി ഇപ്പോൾ കോടതിയിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രതികൾ ഓരോരുത്തരായി ഇപ്പോൾ കോടതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നിർണായകമാകുന്ന വിധി പ്രസ്താവത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പൾസർ സുനി 1ാം പ്രതിയായിട്ടുള്ള കേസ്, മാർട്ടിൻ ആന്റണി 2ാം പ്രതിയായിട്ടുള്ള കേസ്, ബി മണികണ്ഠൻ 3ാം പ്രതി, VP ബജീഷ് 4ാം പ്രതി, H സലീം അഥവാ വടിവാൾ സലീം 5ാം പ്രതി, പ്രദീപ് 6ാം പ്രതി, ചാർലി തോമസ് ആണ് കേസിലെ 7ാമത്തെ പ്രതി, നടൻ ദിലീപ്, ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ നടൻ ദിലീപ് 8ാമത്തെ പ്രതിയായിട്ടുള്ള കേസ്. 2 പ്രതികൾ കൂടിയുണ്ട്. അതിലൊന്ന് സനിൽ കുമാറാണ്, മേസ്തിരി സനിൽ എന്ന് അറിയപ്പെടുന്ന സനിൽ കുമാർ. അത് പ്രതികളെ ജയിലിൽ സഹായിച്ചു എന്നുള്ളതാണ്. ദിലീപിന്റെ മാനേജർമാരെ അടക്കം ബന്ധപ്പെടുവാൻ, അതായത് പൾസർ സുനിക്ക് ബന്ധപ്പെടുവാനുള്ള അവസരമൊരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഇവർക്കെതിരായ കുറ്റം. ജി ശരത്ത്, VIP ശരത്ത് എന്നറിയപ്പെടുന്ന ജി ശരത്താണ് 10ാം സ്ഥാനത്ത് പ്രതിപ്പട്ടികയിലുള്ളത്. ഇങ്ങനെ നിർണായകമായ ഒരു കേസിന്റെ വിധി പ്രസ്താവം ഒട്ടേറെ വിവാദങ്ങൾ സൃഷ്ടിച്ച, വിചാരണാ ഘട്ടത്തിലടക്കം മറ്റ് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടി വന്നിരുന്ന സാഹചര്യം, അത്രമേൽ സങ്കീർണമായ ഒരു കേസ് കൂടിയായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് എന്നുള്ളതാണ്. വലിയ സ്വാധീനം ചെലുത്തപ്പെടാൻ സാധ്യതയുള്ള
വലിയ സ്വാധീനം ചെലുത്തപ്പെടാൻ സാധ്യതയുള്ള ഒരു കേസെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന പശ്ചാത്തലത്തിൽ ആണ് ഈ കേസിന്റെ വിധി പ്രസ്താവം നിർണായകമാകുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്, ടോമും ഡാനിപ്പോളും. ടോമിലേക്ക്. ടോം, ഇതാ പ്രതികൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു. നടൻ ദിലീപ് അടക്കം കോടതിയിലേക്ക് എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാധ്യമങ്ങളുടെ വലിയൊരു നിരയുണ്ട്, ഒപ്പം വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടല്ലോ. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, അല്പസമയം മുമ്പാണ് ഈ കേസിലെ 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപും കേസിലെ 1ാം പ്രതി പൾസർ സുനിയും കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റ് പ്രതികൾ ഓരോരുത്തരുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നാടകീയമായ സംഭവവികാസങ്ങൾക്കാണ് ഇപ്പോൾ ഈ എറണാകുളത്തെ ജില്ലാ കോടതി സമുച്ചയം സാക്ഷ്യം വഹിക്കുന്നത്. അതായത് രാവിലെ മുതൽ തന്നെ കനത്ത പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിന് ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ നൂറുകണക്കിന് ആളുകളാണ് ഈ വിധി പ്രസ്താവം, കാരണം കേരളം കാത്തിരിക്കുന്നൊരു വിധിയാണ്. വിധി പ്രസ്താവം എന്തെന്നറിയാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ നിരവധി മാധ്യമ പ്രവർത്തകരടക്കം ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. കാരണം കേരളം ഉറ്റുനോക്കുകയാണ്. കാരണം കഴിഞ്ഞ 8.5 വർഷ കാലയളവിൽ ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ 2017 ഫെബ്രുവരി 17 തുടങ്ങിയ, അതായത് നടിയാക്രമണ കേസോട് കൂടി എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ സിനിമാ മേഖലയെ മാത്രമല്ല, കേരളത്തിലെ മലയാളികളെ ഒന്നടങ്കം മലയാളികളുടെ മനസ്സിനെ പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു ഈ നടിയാക്രമണ കേസ്. പ്രത്യേകിച്ചും ദിലീപ് കേസിൽ പ്രതിയാകുന്നു. ദിലീപിന്റെ കൊട്ടേഷൻ പ്രകാരമാണ് കൂട്ടബലാത്സംഗം ചെയ്തത്. പൾസർ സുനിയും സംഘവും കൂട്ടബലാത്സംഗം ചെയ്തത് എന്നായിരുന്നു തുടക്കത്തിൽ തന്നെ ഉയർന്നു വന്ന ആരോപണങ്ങൾ. അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഈ കേസിൽ പല രീതിയിലുള്ള അട്ടിമറികളും ഉണ്ടായി, സാക്ഷികളുടെ കൂറുമാറ്റം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഏറെ സങ്കീർണമായ ഒരു കേസ്. സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു ഈ അതിജീവിതയ്ക്ക് ഇന്ന് ഈ കേസിൽ ഇവിടെ വിധി പ്രസ്താവം നടത്താൻ വേണ്ടി. കാരണം പല പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ കോവിഡ് മൂലം വിചാരണ നീണ്ടുപോയി. അതിനുശേഷം സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ വരുന്നു. അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള ഒരു നാളുകളായിരുന്നു കടന്നുപോയത്. ഇപ്പോൾ എന്തായാലും കൃത്യം 11 മണിക്ക് തന്നെ ഈ കേസിൽ വിധി പറയും. പ്രതികൾ ഓരോരുത്തരായി കോടതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ദിലീപ് 9:30 ദിലീപ് ആലുവയിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടതാണ്. അല്പസമയം മുമ്പാണ് ദിലീപ് കോടതിയിലേക്ക് എത്തിയത്. പൾസർ സുനിയും തൊട്ടു പിന്നാലെ തന്നെ പൾസർ സുനിയും ഇവിടേക്ക് എത്തിയത്. അതായത് വക്കീലിൻ്റെ അഭിഭാഷകരുടെ വാഹനത്തിൽ തന്നെയാണ് പൾസർ സുനി, മാസ്ക് ധരിച്ചാണ് പൾസർ സുനി കോടതിയിലേക്ക് എത്തിയത്. അതിജീവിത ഇന്ന് കേസിൻ്റെ വിധി കേൾക്കാൻ അതിജീവിത വരില്ല എന്ന് തന്നെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായും അതിജീവിതയ്ക്ക്, ആ നടിക്ക് നീതി കിട്ടണമെന്ന് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രയധികം അവരുടെ ഒരു കരിയർ തകർത്ത, അവരുടെ ജീവിതത്തെ തകർത്തൊരു സംഭവമായിരുന്നു. സ്വാഭാവികമായും അതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. സാധാരണക്കാരായ ഒരു സ്ത്രീയാണെങ്കിൽ എല്ലാം കൊണ്ടും തകർന്നു പോകുന്നത്. പക്ഷേ അവരുടെ ഒരു നിയമ പോരാട്ടമാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത തന്നെ. ഈ കേസിൽ ഇരയും പ്രതിയും മലയാള സിനിമയിലെ 2 പ്രമുഖരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ദിലീപ് കൊട്ടേഷൻ നൽകിയെന്ന് വിശ്വസിക്കാൻ നമുക്കൊരു കാരണം